ഈക്വൽ ടു 3300 രൂപയാണ്. അതിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 3000. അപ്പോൾ 3 വാട്ടർ ടാങ്കുകളുടെ കപ്പാസിറ്റി 2:3:5. 5x ഈക്വൽ ടു 180 ആണ്, ഈക്വൽ ടു 360 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം, 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് റേഷ്യോ. അനുപാതങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ ചതുരത്തിൻ്റെ നീളവും വീതിയും, അങ്ങനെ റേഷ്യോ 8ാം ക്ലാസ്സിലെ റേഷ്യോ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ജോണി ഇൻവെസ്റ്റ്ഡ് 50,000 rupees, ജലീൽ 40,000 rupees and Jayan 20,000 rupees to start a business together. They got 3,300 rupees as profit in a month, which they divide in the ratio of their investments. How much did each get? ജോണി, ജലീൽ, ജയൻ എന്നിവർ ചേർന്ന് 50,000 രൂപ, 40,000 രൂപ, 20,000 രൂപ എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് 3,300 രൂപ ലാഭം കിട്ടി ഒരു മാസം. അപ്പോൾ അവരത് മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ, അതേ അനുപാതത്തിൽ ഭാഗിക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപ വെച്ച് കിട്ടും? ജോണി ഈസ് ടു ജലീൽ ഈസ് ടു ജയൻ. ഇവരുടെ അംശബന്ധം, ഇവരുടെ അനുപാതം 5:4:2 ആണ്. 5:4:2. അതായത് 50,000, 40,000, 20,000 ഇതിനെ ചെറുതാക്കി 5:4:2 എന്ന റേഷ്യോയിൽ കിട്ടി. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് റേഷ്യോ, അതായത് 5x ഈസ് ടു 4x ഈസ് ടു 2x എന്നാണ്. അപ്പോൾ ഇതിനെ മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ, ഈ അംശബന്ധത്തിലാണ് നമുക്ക് ലാഭത്തെ വീതിക്കേണ്ടത്. അപ്പോൾ ആകെ കിട്ടിയ ലാഭം 3,300 രൂപ. അപ്പോൾ 5x + 4x + 2x ആകെ ലാഭം നമ്മൾക്ക് 5ഉം 4ഉം 9ഉം 2ഉം 11 കൂട്ടിയാൽ 11x ഈക്വൽ ടു 3,300 രൂപയാണ്. അതിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 3,300 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു 300 രൂപയാണ് ഇവരുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം. അതിൽ 5 ഭാഗം ജോണിക്കും 4 ഭാഗം ജലീലിനും 2 ഭാഗം ജയനുമായിട്ട് ഭാഗിക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 3,300 ഡിവൈഡ് ബൈ 11 ഈക്വൽ ടു 300 രൂപ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജോണിക്ക് കിട്ടിയത് 5x ആണ്, ഈക്വൽ ടു 5 × 300 രൂപ. 300 ഈക്വൽ ടു 1,500 രൂപയാണ്. അപ്പോൾ ജലീലിന് കിട്ടിയത് ഈക്വൽ ടു 4x ആണ്. 4x ഈക്വൽ ടു 4 × 300 ഈക്വൽ ടു 4 × 3 12, 1,200 രൂപയാണ് ജലീലിന് കിട്ടിയത്. അടുത്തത് ജയന് കിട്ടിയത്. ജയന് കിട്ടിയത് 2x ആണ്, 2 ഭാഗം 2x ഈക്വൽ ടു 2 × 300 300 ഈക്വൽ ടു 600 600 രൂപയാണ് ജയന് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ കപ്പാസിറ്റീസ് ഓഫ് 3 വാട്ടർ ടാങ്ക്സ് ആർ ഇൻ ദ റേഷ്യോ 2:3:5. ദ സ്മോളസ്റ്റ് ഓഫ് ദം ക്യാൻ ഹോൾഡ് 2,500 liters. How many liters can the other 2 hold? അപ്പോൾ 3 വാട്ടർ ടാങ്കുകളുടെ കപ്പാസിറ്റി 2:3:5 എന്നാണ്. അതിൽ ഏറ്റവും ചെറുതിന് 2,500 ലിറ്റർ വെള്ളം കൊള്ളും. ഏറ്റവും ചെറുതിൽ 2,500 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ മറ്റ് 2 ടാങ്കുകളുടെയും കപ്പാസിറ്റി കണ്ടുപിടിക്കുക.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി 2x ഈസ് ടു 3x ഈസ് ടു 5x എന്നെടുക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് 2x. അപ്പോൾ ഇവിടെ 2x ഈക്വൽ ടു 2500 ലിറ്റർ, 2500 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും x ഈക്വൽ ടു 2500 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1250 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് അത് 2500 അപ്പോൾ ഇതിൻ്റെ റേഷ്യോ കാണാൻ വേണ്ടി നമ്മൾ എക്സ് എന്നെടുത്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1250 ലിറ്റർ എന്ന് കിട്ടി. ഇനി മറ്റ് രണ്ട് ടാങ്കുകളുടെ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 3x, രണ്ടാമത്തെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 3x ഈക്വൽ ടു 3 ഇൻറ്റു 1250 ഈക്വൽ ടു 3750 ലിറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത് ഏറ്റവും വലിയ ടാങ്ക്, അതായത് 5x. 5x ഈക്വൽ ടു 5 ഇൻറ്റു 1250 ഈക്വൽ ടു 6250 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ മൂന്ന് ടാങ്കുകളുടെയും കപ്പാസിറ്റി, ആദ്യത്തേത് 2500 ലിറ്റർ എന്നും, രണ്ടാമത്തെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 3750 ലിറ്റർ എന്നും, മൂന്നാമത്തെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 6250 ലിറ്റർ എന്നും കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 1:3:5. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ? ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അനുപാതം 1:3:5 എന്നാണ്. അപ്പോൾ ഇവിടെ ഓരോ ആംഗിളും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുക, നമുക്കറിയാം. അത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഈക്വൽ ടു 180 എന്ന് കിട്ടി. അതായത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് എക്സ് ഈസ് ടു, അതായത് ഒരു എക്സ് ഈസ് ടു 3x ഈസ് ടു 5x ആണ്. അപ്പോൾ എക്സ് പ്ലസ് 3x പ്ലസ് 5x ഈക്വൽ ടു 180 ആണ്. അപ്പോൾ 1 3 4 5 9x ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 20 ഡിഗ്രി എന്നും 1x 3x 5x, അപ്പോൾ 3x ഈക്വൽ ടു 3 ഇൻറ്റു 20 ഈക്വൽ ടു 60 ഡിഗ്രി എന്നും, അതുപോലെ 5x ഈക്വൽ ടു 5 ഇൻറ്റു 20 ഈക്വൽ ടു 100 ഡിഗ്രി എന്നും കിട്ടും. അപ്പോൾ ആംഗിൾസ് ആർ 20 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 100 ഡിഗ്രി. Next question, the outer angles of a triangle are in the ratio 5:6:7. What are the angles? ഒരു ത്രികോണത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക 5:6:7 എന്ന അംശബന്ധത്തിലാണ്. വാട്ട് ആർ ദ ആംഗിൾസ്? ഓരോ കോണുകളും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ബാഹ്യ കോണുകൾ ഔട്ടർ ആംഗിൾസ് കൂട്ടിയാൽ 360 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ആ 360നെ നമുക്ക് ഈ റേഷ്യോയിൽ ഭാഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ സം ഈക്വൽ ടു 360 എന്നെടുത്തു. ഇനി നമ്മുടെ ആംഗിളുകൾ 5x-ഉം 6x-ഉം 7x എന്നെടുക്കാം. അപ്പോൾ 5x പ്ലസ് 6x പ്ലസ് 7x
ഈക്വൽ ടു 360 ആണ്. അപ്പോൾ നമുക്കിവിടെ 18x ഈക്വൽ ടു 360 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് therefore x is equal to 360 divided by 18 ഈക്വൽ ടു 36നെ 18നെ കട്ട് ചെയ്താൽ 2. അപ്പോൾ 20 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് 5x ഈക്വൽ ടു 5 ഇൻറ്റു 20 ഈക്വൽ ടു 100 ഡിഗ്രി എന്നും. അടുത്തത് 6x. 6x ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 20 ഈക്വൽ ടു 120 ഡിഗ്രി എന്നും. അടുത്തത് 7x. 7x ഈക്വൽ ടു 7 ഇൻറ്റു 20 ഈക്വൽ ടു 140 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ആംഗിൾസ് 100 ഡിഗ്രി, 120 ഡിഗ്രി ആൻഡ് 140 ഡിഗ്രി.